നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. അതിന് തൊട്ടു പിന്നാലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ കയ്യിൽ ക്യാമറയുമായി കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയുടെ തീരത്ത് ബോട്ട് യാത്രയുടെയും സമയം ചിലവഴിക്കുന്നതിന്റെയും ചിത്രങ്ങൾ പങ്കിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ളൊരു ബോട്ട് യാത്ര നടത്തുകയും അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ ചർച്ചകൾക്കാണ് ഇടം വച്ചിരിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ അദ്ദേഹം പയറ്റിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. 92.88% പോളിംഗ്. പ്രധാനമന്ത്രി എക്സിൽ പങ്കിട്ട ദൃശ്യങ്ങളിൽ ക്യാമറ പിടിച്ച് ഒരു മരവഞ്ചിയിൽ ഇരിക്കുന്നതായി കാണാം. ചുറ്റും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. പശ്ചാത്തലത്തിൽ വിദ്യാസാഗർ സേതുവും കാണാം. ഗംഗാമാതാവിനോട് അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുകയും ബംഗാളിൻ്റെ വികസനത്തിനും ബംഗാളി ജനതയുടെ അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള തൻ്റെ പ്രതിബദ്ധത ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗംഗാ നദിയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള പോഷക നദിയാണ് ഹുഗ്ലി. ഓരോ ബംഗാളിക്കും ഗംഗയ്ക്കും വളരെ പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. ബംഗാളിന്റെ ആത്മാവിലൂടെ ഗംഗ ഒഴുകുന്നുവെന്ന് നമുക്ക് പറയാം. അവളുടെ ദിവ്യജലം ഒരു മുഴുവൻ നാഗരികതയുടെയും കാലാതീതമായ ചൈതന്യം വഹിക്കുന്നു. കൊൽക്കത്തയിൽ ഇന്ന് രാവിലെ ഹുഗ്ലി നദിയുടെ തീരത്ത് ഞാൻ കുറച്ച് സമയം ചിലവഴിച്ചു. മാ ഗംഗയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരം. ഹുഗ്ലിയിൽ പശ്ചിമ ബംഗാളിലെ വികസനത്തിനും മഹത്തായ ബംഗാളി ജനതയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിച്ചു എന്നാണ് ഈ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പ്രഭാത നടത്തത്തിനിടെ ആളുകളെ കണ്ടുമുട്ടുന്നതിൻ്റെയും അഭിവാദ്യം ചെയ്യുന്നതിൻ്റെയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും പ്രധാനമന്ത്രി മോദി നദീതീരത്ത് ചില നാട്ടുകാരെയും ബോട്ട് ജീവനക്കാരെയും കാണുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൊഴിലാളികളുമായും പ്രഭാത നടത്തക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഈ ബോട്ട് ജീവനക്കാരുടെ കഠിനാധ്വാനത്തെയും പ്രശംസിച്ചു അദ്ദേഹം. സാധാരണക്കാരുമായുള്ള ഈ ഇടപെടൽ ബംഗാളിൻ്റെ വികസനത്തിനായുള്ള കേന്ദ്രത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പിക്കാൻ സഹായിച്ചതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പശ്ചിമ ബംഗാളിലെ 162 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വ്യാഴാഴ്ച നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിലെ ഉയർന്ന പോളിംഗ് ശതമാനം ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെതിരെ സംസ്ഥാനത്തെ സ്ത്രീകളും യുവാക്കളും സജീവമായി രംഗത്തിറങ്ങിയതിന്റെ തെളിവാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. കത്തുന്ന ചൂടിനെ അവഗണിച്ചുള്ള ഈ ജനപങ്കാളിത്തം മെയ് 4 ഫലപ്രഖ്യാപന ദിവസം മാത്രമല്ല, ബംഗാളിലെ മാറ്റത്തിന്റെ ദിവസം കൂടിയാണെന്ന് ഉറപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 29 രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദക്ഷിണ 24 പർഗാനസ് ജില്ലയിലെ മധുരാപൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭയിൽ വനിതാ സംവരണ ഭേദഗതി ബിൽ തടയുന്നതിലും തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിലൂടെ പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം ബംഗാളിലെ സ്ത്രീകൾ തിരിച്ചറിഞ്ഞതായും പ്രധാനമന്ത്രി പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും സ്ത്രീവിരുദ്ധ സമീപനം ഇതോടെ പുറത്തു വന്നു. സ്ത്രീ ശാക്തീകരണത്തിന് തടസ്സം നിൽക്കുന്നവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ സ്ത്രീകൾ അർഹമായ ശിക്ഷ നൽകും. കാളിയുടെയും ദുർഗയുടെയും മണ്ണായ ബംഗാളിൽ തൃണമൂൽ ഭരണത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും അനീതി ഇനിയും സഹകരിക്കരുതെന്നും അദ്ദേഹം വോട്ടർമാരോട് ആഹ്വാനം ചെയ്തു. ബംഗാളിലെ 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിന്റെ കാലാവധി മെയ് 4 അവസാനിക്കുമെന്നും മോദി പറഞ്ഞു. അഴിമതിയുടെയും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതിൻ്റെയും അക്രമങ്ങളുടെയും സ്ത്രീ പീഡനങ്ങളുടെയും ഇരുണ്ട ദിനങ്ങൾ അന്ന് അവസാനിക്കും. BJP അധികാരത്തിൽ വന്ന അനധികൃത കുടിയേറ്റത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി തൃണമൂൽ കോൺഗ്രസ് അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഇത് ദക്ഷിണ 24 പർഗാനസിലെ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കുടിയേറ്റക്കാർക്കെതിരായ നീക്കങ്ങളെ തൃണമൂൽ എതിർക്കുന്നത് തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു. BJP അധികാരത്തിൽ വന്നാൽ ബംഗാളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി 10 ഗ്യാരണ്ടികൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ അതിക്രമം നടത്തുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നും ഓരോ ബ്ലോക്കിലും വനിതാ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്നും വൻതോതിൽ വനിതകളെ പോലീസ് സേനയിലേക്ക് നിയമിക്കുമെന്നും മോദി പറഞ്ഞു.
കൃഷ്ണനഗറിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. BJP അധികാരത്തിലെത്തിയാൽ 1 വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 36,000 രൂപ കൈമാറുമെന്നും പെൺകുട്ടികളുടെ ബിരുദ പഠനത്തിന് 50,000 രൂപ ധനസഹായം നൽകുമെന്നും മോദി പറഞ്ഞു. ഗർഭിണികൾക്ക് 21,000 രൂപയും കുട്ടികളുടെ പോഷകാഹാരത്തിനായി 36,000 രൂപയും അധികമായി നൽകും. സുകന്യ സമൃദ്ധി യോജന വഴി പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കും. മുദ്ര പദ്ധതി പ്രകാരം സ്വയം തൊഴിലിനായി 20 ലക്ഷം രൂപ വരെ വായ്പ, ലക്ഷക്കണക്കിന് സ്ത്രീകളെ ലക്ഷപതി ദീദിമാരാക്കി മാറ്റും. PM ആവാസ് യോജന പ്രകാരമുള്ള വീടുകൾ സ്ത്രീകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യും. തുടങ്ങിയവയാണ് മോദിയുടെ മറ്റ് വാഗ്ദാനങ്ങൾ. ആദ്യഘട്ട വോട്ടെടുപ്പിന് മുമ്പ് നൽകിയ 6 ഗ്യാരണ്ടികളും പ്രധാനമന്ത്രി ആവർത്തിച്ചു. തൃണമൂലിനെ ഭയപ്പെടുത്തുന്ന ഭരണത്തിന് പകരം വിശ്വാസത്തിന്റെ ഭരണം കൊണ്ടുവരുമെന്നും അഴിമതിയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും സംബന്ധിച്ച് എല്ലാ ഫയലുകളും വീണ്ടും തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എത്ര ഉന്നതരായാലും അവർ ജയിലിലാകും. നുഴഞ്ഞുകയറ്റക്കാരെ രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ല. BJP അധികാരത്തിലെ എത്തിയാൽ സംസ്ഥാന ജീവനക്കാർക്കും അധ്യാപകർക്കും 7ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്.